ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തക്കാളി ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ ചമ്മന്തിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയോ, എന്തിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി തക്കാളി ചമ്മന്തി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി നമ്മൾ ഈ രീതിയിൽ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 20 വറ്റൽ മുളക് കേട്ടോ, അത് എരിവുള്ള മുളകാണ്. ഒരു 30ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു നാരങ്ങ വലിപ്പത്തിൽ, ചെറുനാരങ്ങ വലിപ്പത്തിൽ അല്പം വാളൻപുളി, അതുപോലെ നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി കീറിയത്. ഇനി നമുക്ക് ഉപ്പ്, അതുപോലെ വെളിച്ചെണ്ണ, കറിവേപ്പില, ഇത്രയും സാധനം മതി. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഒരു പാൻ അടുപ്പ് വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മുടെ വെളുത്തുള്ളി കീറിയതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്കല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം മുളക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിൽ ചേർക്കാം. അതുപോലെ നമ്മുടെ വാളംപുളി നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്, ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഉള്ളി വാട്ടി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം.
അതാണ് മുളകും വെളുത്തുള്ളി എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഗ്ലാസിൻ്റെ മൂടായാലും മതി. ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് കൊണ്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വാളംപുളിയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. അതുപോലെ നന്നായിട്ട് ഇതേപോലെ ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ടയോ എന്ത് സാധനത്തിൻ്റെ കൂടെയും നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അടിപൊളിയാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.